വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലൊക്കെ ഞാൻ എന്തെങ്കിലും ആലോചിച്ചപ്പോൾ ഒരു ചാലഞ്ചായിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്ത് ചാലഞ്ച് എടുക്കുക? ഒരു ഹെൽത്തി ചാലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 7 ഡേയ്സ്. ഇന്ന് പിന്നെ ജൂലൈ 31 നാളെ പിന്നെ ഓഗസ്റ്റ് 1. അപ്പോൾ പുതിയൊരു മാസം ഫസ്റ്റ് ഡേ ടു ഒരു 7 ഡേയ്സ് നമുക്ക് അത് കണ്ടിന്യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ആക്കാനും പറ്റും. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഓഗസ്റ്റ് 1 നമ്മുടെ ഫസ്റ്റ് ഡേ ചാലഞ്ചാണ്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് യോഗയാണെങ്കിൽ 7 ദിവസം, അതായത് ഒരു ദിവസം 2 യോഗ വീതം 7 ദിവസമാകുമ്പോൾ 14 യോഗ. ഇന്ന് രാവിലെ സമയം 6 മണിയായിട്ടുണ്ട്. നമുക്ക് ചാലഞ്ചിലേക്ക് പോകാം. ഒരു ദിവസം 2 യോഗ വീതം 14 യോഗ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. 7 ദിവസത്തിൽ പഠിച്ചു പോവാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ ബെനിഫിറ്റ്സും കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ യോഗയ്ക്ക് മുമ്പേ നമ്മൾ ലൂസനിങ് എക്സസൈസ് ചെയ്യണം. കാരണം റെഗുലർ യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ലൂസനിങ് എക്സസൈസിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ ലോങ് ടൈം എടുത്ത് ലോങ് ടൈം ഗ്യാപ്പൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് ലൂസനിങ് എക്സസൈസിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മസിൽസൊക്കെ കുറച്ച് ലൂസാക്കിയാൽ യോഗ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവുള്ളൂ. നമ്മുടെ മാക്സിമം പോലെ ലൂസനിങ് ചെയ്യണം. ഒരു 5 പ്രാവശ്യം റൈറ്റും 5 പ്രാവശ്യം ലെഫ്റ്റും, അങ്ങനെ എല്ലാ ജോയിൻസിനും ഓരോ പ്രാവശ്യം ചെയ്യണം. അർദ്ധഘടി ചന്ദ്രാസന ഓർ ഹാഫ് മൂൺ പോസ് എന്നാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഇവിടെ ഹിപ്പ് റീജിയനുള്ള ഫാറ്റ് കുറയാനും ഡൈജഷൻ ഇമ്പ്രൂവ് ആക്കാനും, അതേപോലെ ബാക്ക് പെയിൻ ലെഗിലുള്ള കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കാനും സ്റ്റിച്ചസ് ഒക്കെ കുറച്ചും കൂടി മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസനയാണ്. അപ്പം ഇതൊരു സ്റ്റാൻഡിങ് പോസ് ആസനയാണ്. വലിയ കഷ്ടമല്ല, എല്ലാവർക്കും ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു സ്റ്റാൻഡിങ് പോസിൽ നിന്ന് തുടങ്ങി അങ്ങ് കുറച്ച് കഷ്ടമുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ചെയ്യേണ്ട വിധം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നേരെ പൊസിഷനിൽ നിൽക്കുക. എന്നിട്ട് നമ്മുടെ എനിക്ക് കൈ ഉണ്ടല്ലോ, വലത് കൈ നമ്മൾ പതുക്കെ ഫ്ലൈറ്റായിട്ട് പൊക്കി കൊടുത്ത് നമ്മുടെ ഇവിടെ ബൈസെപ്സ് മസിൽസ് ഇയറിൽ ടച്ചാവും വരെ പൊക്കിയിടണം. എന്നിട്ട് നമ്മൾ ഈ കൈ ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന കൈ പതുക്കെ ഇങ്ങനെ ആക്കണം. നമ്മുടെ ലെഫ്റ്റ്
സൈഡ് ഫേസ് ചെയ്ത് പാമ്പിരിക്കണം. എന്നിട്ട് നമ്മളാണെങ്കിൽ സ്ലൈറ്റായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പറ്റണ അത്രയും ഹോൾഡ് ചെയ്യണം. നമുക്ക് ഓരോ ആൾക്കും ഓരോ കപ്പാസിറ്റി അത് ബെൻഡ് ചെയ്യും. ഫസ്റ്റ് ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് അത്രത്തോളം ബെൻഡ് ചെയ്ത് വേസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. നമുക്കത് ബിഗിനർ ആകുമ്പോൾ നമുക്ക് അത്രയും പറ്റില്ല. ഞാൻ പിന്നെ കുറേ ലോങ് ഗ്യാപ്പ് എടുത്താണ് ഞാൻ ചെയ്തത്. എനിക്കും അത്ര പറ്റൂല. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വണ്ണവും വെച്ചുകൊണ്ട് പറ്റൂല. എന്നാൽ നമ്മൾ അത്ര അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഇവിടെ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ പൊസിഷൻ വരെ നമ്മൾ ഇൻഹേൽ ചെയ്യണം. പതുക്കെ ഇൻഹേൽ ചെയ്ത് ബ്രീത്തിങ് പതുക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ സ്ലൈറ്റായിട്ട് ആക്കൂലേ, ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം. എക്സ്ഹേൽ ചെയ്ത് വിടണം. അതാണ് അതിൻ്റെ പ്രോസസ്സ്. 5 പ്രാവശ്യം വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സ് ചെയ്യാൻ തുടങ്ങാറ്. രണ്ടാമത്തെ യോഗയും സ്റ്റാൻഡിങ് പോസിലുള്ള യോഗയാണ്. നമ്മുടെ പാദ ഹസ്താസനം എന്നാണ് പറയുന്നത്. പാദം എന്ന് വെച്ചാൽ ഫുട്ട്, ഹസ്തം എന്ന് വെച്ചാൽ കൈ. കൈ കൊണ്ട് ഫുട്ടിൽ തൊടുന്ന ഒരു ആസനയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നേരെ നമ്മൾ നിന്ന പോലെ നിൽക്കുക. എന്നിട്ട് നമ്മൾ കൈ ഇപ്പം നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. 2 വേർഡ്സ് ഹിപ്പ് റീജിയനാണ് വെച്ചിരിക്കുന്നത്. തൈ ഇവിടുന്ന് നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ കൊടുക്കുന്നത്. പതുക്കെ ബെൻഡ് നമ്മുടെ ഈ കൈ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇൻഹേൽ ചെയ്യുക. അതേപോലെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശ്വാസം വിടണം. അത് നമ്മൾ ഹോൾഡ് ചെയ്യണം. ബെൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റണത്. അതുപോലെ കുനിയുമ്പോഴേക്കും നീ ജോയിൻ്റ് ഒന്നും മടങ്ങാൻ പാടില്ല. അങ്ങനെ കുറേ ഉണ്ട്. ഇതിന് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമൻ ഓർഗനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ ബാക്ക് റീജിയൻ, സ്പൈനൊക്കെ ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ ഫ്ലെക്സ് ആവില്ലേ. നമുക്ക് ഒരു യോഗ എന്ന് വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ആവുന്ന റീജിയന് കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ എങ്ങനെ ഈ കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ ഇതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര സിവിയർ കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ ഇത് ചെയ്യാൻ പാടില്ലാത്തവരും കൂടെ ഉണ്ട് ഈ ഒരു യോഗയ്ക്ക്. അതെന്ന് വെച്ചാൽ സയാട്ടിക്ക എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു നെർവ് പെയിൻ ആണെങ്കിൽ ബാധിച്ച് കാലിലൊക്കെ പെയിൻ ആകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സ്ട്രെച്ച് കൊടുത്താൽ വീണ്ടും പെയിൻ അഗ്രവേറ്റ് ആവുള്ളൂ, കൂടത്തേ ഉള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പം ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക്, അല്ലെങ്കിലും നോർമൽ യോഗ നമ്മൾ ചെയ്തതിന് ശേഷം BP നോക്കി നല്ല ഹൈ, നോർമൽ ആൾക്കാർക്ക് ഒരു 10-15 കൂടുതലായിരിക്കും BP. അത് യോഗ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ടാണ്. അത് നോർമലാണ്. എന്നാൽ ഹൈ BP ഉള്ളവർക്ക് വീണ്ടും ചെയ്യുമ്പം കൂടുതൽ ഹൈ ഇതാവും. അപ്പോൾ ഒരു നല്ല കൺസൾട്ടൻറ്റ് എടുത്തതിന് ശേഷം തന്നെ ഇത് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. ഈ ഒരു ആസനയ്ക്കുള്ള പ്രത്യേകതയാണ്. ബാക്കിയുള്ള എല്ലാവർക്കും ചെയ്യാം. നമുക്ക് യോഗ കഴിഞ്ഞതിന് ശേഷം ശവാസനം പറയുന്നുണ്ട്. ശവാസനം മീൻസ് ജസ്റ്റ് റെസ്റ്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നുവെച്ചാൽ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചിലർക്ക് തല ചുറ്റാൻ ചാൻസ് ഉണ്ട്, ചിലർക്ക് ഭയങ്കര ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും എഫേർട്ട് ഇട്ട് കുറേ ലോങ് ഗ്യാപ്പിന് ചെയ്തവർക്ക് ഇന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. സ്റ്റാൻഡിങ് ആയാൽ കൂടെ
ഞാൻ കുറേ ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്യുന്നതാണ്. ഇത് ഇനി റെഗുലർ ആക്കണമെന്ന് എനിക്കൊരു ഇതുണ്ട്. നിങ്ങളും കൂടെ കൂടിക്കോ, നിങ്ങൾക്ക് യൂസാണ്, എല്ലാവർക്കും കാണുന്നവർക്കും ചെയ്ത് പോവാം. അപ്പം നമ്മുടെ ഇന്ന് സ്റ്റാൻഡിങ് പോസ്റ്റർ ആയതുകൊണ്ട് ജസ്റ്റ് ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്താൽ മതിയല്ലോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മുടെ ഓരോ ആൾക്കാരുടെ കപ്പാസിറ്റി. ചിലർക്ക് ബ്രീത്തിങ് ഓക്കെ ആകും വരെ കിടന്നാലും പ്രശ്നമില്ല, കിടന്ന് ഉറക്കരുത്, കിടന്നാലും പ്രശ്നമില്ല. 2 യോഗയാണ് ഇന്ന് ചെയ്തത്. കടി ചക്രാസന, അതുപോലെ പാദഹസ്താസന. ഇത് ആസന എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹോൾഡ് ചെയ്യണം. അതായത് നമ്മുടെ ബോഡി കുറച്ചും കൂടെ കംഫർട്ടബിളും അതിന് സ്റ്റേബിളായിട്ട് ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ബിഗിനേഴ്സിനായാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് റെഗുലറായി ചെയ്ത് വരുന്ന ആൾക്കാർക്ക് എത്രത്തോളം നമ്മുടെ ബോഡിയെ അത്രയും കംഫർട്ടബിൾ, കാരണം ആ ഫ്ലെക്സിബിൾ ഭയങ്കരമായിട്ട് വരും. നമ്മുടെ ബോഡി ആയാലും ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഹെവിനെസ് തോന്നില്ല. ഏജ് ആകുമ്പോഴേക്കും ആ ഹെവിനെസ് തോന്നില്ല. പിന്നെ പല ബെനിഫിറ്റ്സും ഉണ്ട്. സ്കിന്നിനായാലും നല്ല കുറച്ച് ബ്ലഡ് സപ്ലൈ കൂടുന്നതുകൊണ്ട് അതിൻ്റെ പെയിൻ റിഡ്യൂസ് ആക്കും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ യോഗ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയിലെ 84 ലക്ഷം യോഗ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ എവിടുന്ന് വന്നതെന്ന് പറഞ്ഞാൽ പല റെഫറൻസ് ഉണ്ട്. എന്നാലും മെയിൻലി നമ്മൾ പറയുന്നത് ലോർഡ് ശിവയുടെ പോസ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ 84 ലക്ഷം യോഗ പോസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ 84 ലക്ഷത്തിൽ വെറും 2 നമ്മൾ പഠിച്ചത്. അതിന് കുറേ നമ്മൾ റെഗുലർ ചെയ്ത് വരുമ്പോഴേക്കും നമുക്കൊരു ഹാപ്പിയാണ്, സ്ട്രെസ് ഫ്രീ ആണ്, നമുക്കൊരു കാം മൈൻഡൊക്കെ തരും. അത് ചെയ്യുന്നവർക്കറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് യൂസ്ഫുൾ വീഡിയോ ആണെന്ന് തോന്നി. ഞാൻ വിചാരിച്ചു ഏത് വീഡിയോ എടുക്കാമെന്ന് പറയാം. അപ്പം എന്തായാലും യൂസ്ഫുൾ വീഡിയോ, ഒരു ചാലഞ്ചായി തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് യൂസ് ആവുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതാ പിന്നെ യോഗയിൽ സ്റ്റിക്ക് ഓൺ ആയത്. കമൻറ്റ് ഇടുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം. ബൈ.